നമസ്കാരം. വിവാഹം എന്നത് ഓരോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അതിലുപരി അവരുടെ മാതാപിതാക്കളുടെയും ഒക്കെ വലിയൊരു സ്വപ്നമാണ്. ഈയിടെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു വിവാഹം നടന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 11. ആ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്താണെന്ന് വധു ഗോപികയുടെ അച്ഛനോട് തന്നെ നമുക്ക് ചോദിക്കാം. അച്ഛനും അമ്മയും നമ്മളോടൊപ്പമുണ്ട്. ആദ്യം നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം വധുവിൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് പരിചയപ്പെടുത്തും. അതെ, എൻ്റെ പേര് മധുസൂദനൻ നായരാണ്. ഞാൻ CRPF 36 വർഷം സർവീസ് ചെയ്തിട്ട് പെൻഷനായാണ്. കഴിഞ്ഞ വർഷം പെൻഷനായിട്ട് അങ്ങനെ റിട്ടയർഡ് ലൈഫ് ജീവിക്കുകയാണ്. ഇതെൻ്റെ വൈഫ്. നമസ്കാരം, എൻ്റെ പേര് ശ്രീകല. ഞാൻ പെരുന്താന്നി NSS കോളേജിലെ കോമേഴ്സ് ടീച്ചറാണ്. അപ്പോൾ 11-ാം തീയതിയായിരുന്നു മകളുടെ വിവാഹം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എന്നെ ക്ഷണിച്ചിരുന്നു, പക്ഷേ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അത് ആദ്യം തന്നെ ഞാൻ സാറിനോടൊരു ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതി അവിടെ നടന്നു. എന്താണ് പ്രേക്ഷകർക്ക് സാറ് തന്നെ പറയുന്നത്? അത് ഒരു ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ മകൾ ഗോപികയാണ് മകളെടുത്ത് പറയുമായിരുന്നു, നിൻ്റെ വിവാഹം കഴിക്കാൻ ആര് വന്നാലും ശരി, ആ പയ്യന് എന്തെങ്കിലും ക്വാളിറ്റി വേണം, അവൻ അറ്റ്ലീസ്റ്റ് എന്നെ ഏതെങ്കിലും ഒരു ഗെയിമിൽ തോൽപ്പിക്കണം. പണ്ട് സീതാദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി വില്ല് കുലച്ച പോലെ. അതെ, ഞാൻ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് റെസ്ലിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, ബോഡി ബിൽഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതും സ്പോർട്സ് കോട്ടയിലൊക്കെയാണ് വർക്ക് ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ട് ജിംനേഷ്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അറ്റ്ലീസ്റ്റ് പഞ്ചഗുസ്തിയിലെങ്കിലും എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ, നിന്നെ വിവാഹം കഴിപ്പിച്ച് വിടുകയുള്ളൂ. കാരണം നിന്നെ പോറ്റാനുള്ള ആ ഒരു ശക്തി അവന് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയുമായിരുന്നു. തമാശയൊക്കെ അല്ല, സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. എന്നെ അടിച്ച് ഏതെങ്കിലും തോൽപ്പിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കുള്ളൂ എന്ന് ഞാൻ സീരിയസിലായിട്ട് തന്നെ പറഞ്ഞത്. അതിന് ശ്രീമതിയും സാക്ഷിയാണ് പലപ്പോഴും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം ഫോട്ടോഗ്രാഫേഴ്സിനും അറിയാം, എല്ലാവർക്കും. അപ്പം അങ്ങനെ ആ ഒരു മത്സരം വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മത്സരം നടത്തി. അപ്പം പയ്യനും കൊള്ളാം, പയ്യൻ ചെറുപ്പക്കാരനാണ്. എനിക്ക് 61 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റേതായ വീക്ക്നെസ് എനിക്കുണ്ട്. പക്ഷേ അവൻ നല്ല കട്ടയ്ക്ക് പിടിച്ചു. അവൻ കണ്ണൂരുകാരനാണ്, നല്ല വീറും വാശിയൊക്കെ ഉള്ള പയ്യനാണ്. അപ്പോൾ ഞാനും മോശമൊന്നുമല്ല, എനിക്കും നല്ലവണ്ണം പിടിക്കാം. പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പിടിച്ച് രണ്ടുപേരെ ആരെങ്കിലും കൈ ഒടിയുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത് വേറൊരു കാര്യം, ഒരു മത്സരമാണ്, ആരും തോറ്റു കൊടുക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ഞാൻ ജയിക്കണം. അവൻ ജയിച്ചില്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടും അവളെ വീണ്ടും എനിക്ക് അത് പറ്റൂല. അപ്പം ഞാൻ കമ്പൽ ടു ഫെയിൽ. എനിക്ക് തോറ്റേ പറ്റുള്ളൂ. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് തോറ്റു കൊടുത്തു, അല്ലാതെ പറ്റൂല. മകളുടെ അതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ വിവാഹാലോചന വന്നപ്പോഴോ അതിനുശേഷമോ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈം കാണുമല്ലോ, ആ ടൈമിനും ഒക്കെ എപ്പോഴെങ്കിലും വരനോട് ധൻരാജ് അല്ലേ, ധൻരാജിനോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ലായിരുന്നു. അവനറിയില്ല ഇങ്ങനെ ഒരു മത്സരം നടത്തേണ്ടി വരും. ഈ അവസാന നിമിഷത്തിൽ വിവാഹം സമ്പന്നമാവണമെങ്കിൽ അങ്ങനെ പിതാവിനെ തോൽപ്പിക്കണം എന്നുള്ളത് അവനറിയില്ല. ആ സ്പോട്ടിലാണ് അവന് മനസ്സിലാവണത്. പക്ഷേ പയ്യൻ വരണ്ടില്ല. പയ്യന് എടുക്കേണ്ട രീതിയിൽ എടുത്തു. ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ തന്നെ എടുത്തു. നല്ല ഫൈറ്റായിരുന്നു. ഒരു കുഴപ്പമില്ല. കണ്ണൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിരുന്നു. അവരും ഇവിടുത്തെ കോളേജിലെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ട് സൈഡായിട്ട് ഒരു സ്പോർട്സ് ഈവൻ്റായിട്ട് നടന്നു. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴത്തേക്ക് മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു ദുഃഖം ഉണ്ടല്ലോ, ആ മോള് പിരിഞ്ഞു പോണത്, ആ ദുഃഖം അവിടെ വാനിഷായി. ആ ദുഃഖം എനിക്കില്ല. കാരണം സ്പോർട്സ് ആയിരുന്നു. എൻ്റെ ഇടയിൽ ഒരു മത്സരം നടന്നു. അത് നല്ലവണ്ണം കട്ടയ്ക്ക് പിടിച്ചു എന്ന് പറയാം. അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതാണ് എങ്ങനെ എന്നെ തോൽപ്പിക്കുക, എങ്ങനെ എന്നൊരു വൈരാഗ്യം കൂട്ടാൻ വേണ്ടി അവനെ നോക്കി. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അവൻ പിടിക്കുകയും ചെയ്തു, കട്ടയ്ക്ക് പിടിച്ചു. ടീച്ചർക്ക് എന്താ തോന്നിയത് ഇങ്ങനെ സാറിനെ പോലെ ഒരു ആവശ്യം പറഞ്ഞു? പ്രത്യേകിച്ചും കല്യാണ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പല ബന്ധുമിത്രാദികളൊക്കെ പല തരക്കാരാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും ഇദ്ദേഹം പൊതുവേ ഇങ്ങനത്തെ പല വട്ടുകളും കാണിക്കുന്ന കൂട്ടത്തിലാണ് ഇതുപോലെ. പക്ഷെ എല്ലാത്തിനും ഞാൻ ഒരു ലിമിറ്റ് വരെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തീരെ
മോശമാണെങ്കിൽ മാത്രമേ ഞാൻ എതിര് പറയാറുള്ളൂ. അല്ലാതെ ഒരുവിധ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും പോസിറ്റീവായിട്ട് എടുക്കുന്ന കൂട്ടത്തിലാണ് പൊതുവെ. അപ്പോൾ ഇത് തലേ ദിവസം ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്താണ് ഇത് പറഞ്ഞപ്പോൾ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഐഡിയ വന്നത് തന്നെ പിറ്റേ ദിവസം. ആ ലാസ്റ്റ് മൂമെൻറ്റിലാണ്. കാരണം 3-നും 3:30 ഇടയ്ക്കാണ് പെൺകുട്ടി ഇറങ്ങുന്ന സമയം. അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം നിൽക്കുകയായിരുന്നു, ഞങ്ങളെല്ലാം പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് നടത്താമോ എന്ന് ചോദിച്ചത്. അപ്പോൾ പയ്യനടുത്തും കൂടെ ചോദിക്കണമല്ലോ എന്തായാലും. പയ്യനടുത്ത് ചോദിച്ചപ്പോൾ പയ്യനും ഓക്കെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഒരു ഹാപ്പി മൂഡായിരുന്നു എന്തായാലും, വേറെ പ്രശ്നമൊന്നുമില്ല. പണ്ടേ ഇങ്ങനെ പറയുമായിരുന്നു, മോളുടെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു മത്സരത്തിൽ എന്നെ തോൽപ്പിക്കണമെന്ന് പറയുമായിരുന്നു. പക്ഷെ അതിങ്ങനെ ആവുമെന്ന് പക്ഷെ അത് എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞതുപോലെ ഒരുപാട് വൈറലായില്ലേ? അത് ഒരുപാട് വൈറലായി. GD എന്ന് പറയുന്ന ഒരു ഗോകുൽദാസ് അവരുടെ ആയിരുന്നു വീഡിയോഗ്രാഫി. അവരുടെ തന്നെ എന്തോ മില്യൺസ് എന്തോ വ്യൂവേഴ്സ് ആയി എന്നൊക്കെ പറയുന്ന കേട്ടു, പിള്ളേർ പറയുന്ന കേട്ടു. അതുപോലെ അൽസാജ് കൺവെൻഷൻ സെന്ററിന്റെയും നല്ല വ്യൂ ഉണ്ടെന്ന് പറയുന്ന പൊതുവെ എന്തോ ഇത് അങ്ങനെ കയറിയങ്ങളായി. എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമല്ലേ? അതിനുശേഷം സാറ് ഈ കൺവെൻഷൻ നടത്തുമ്പോൾ സാറിന് ഇങ്ങനെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, അത് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? അല്ല, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ എന്താണ് വശം, എങ്ങനെയാണ് ഒരാളെ തോൽപ്പിക്കേണ്ടത്. പഞ്ചഗുസ്തിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, പിടിച്ച് വരുമ്പോൾ നമ്മൾ തോൽക്കും എന്നുള്ള അവസ്ഥ വരുമ്പോൾ 1 സെക്കൻഡും കൂടെ പിടിച്ച് നിന്നാൽ നമ്മൾ ജയിക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഞാൻ അതിന് തയ്യാറല്ല. അവനെ തോൽപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. തോൽപ്പിച്ചാൽ നമ്മുടെ ആ കണക്കത്തൊക്കെ തെറ്റിപ്പോവും. എന്നെ തോൽപ്പിച്ചാൽ മാത്രമല്ലേ എൻ്റെ മകൾ പുറത്തു പോവുള്ളൂ. മകളുടെ വിവാഹം നടക്കണ്ടേ? വിവാഹം മംഗളമായിട്ട് നടന്ന് അവൻ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കണത് കാണാനല്ലേ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അതൊരു സന്തോഷകരമായിട്ടാണ് ഞാൻ തോറ്റു കൊടുത്തത്. അല്പം കൂടെ കുറച്ച് റിലാക്സ് ആയി. അല്ലെങ്കിൽ ഞാൻ വേറൊരു എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽക്കാൻ ഒരിക്കലും തയ്യാറാവില്ലായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു മാതാപിതാക്കൾ അല്പം തോറ്റു കൊടുക്കുന്നതിൽ എന്താ അവിടെ വിജയം? അവൻ കുട്ടിയെ കൊണ്ടുപോയാലും ഞാനാണ് വിജയിക്കുന്നത്, മനസ്സിലായില്ല. അതുകൊണ്ട് അങ്ങനെ നോ പ്രോബ്ലം, അങ്ങനെ സന്തോഷമായിട്ട്. പക്ഷേ അത് നല്ല മത്സരമായിരുന്നു, കുഴപ്പമില്ലാതെ അവൻ പിടിച്ചു. നല്ല ആരോഗ്യം, അല്പം മെലിഞ്ഞതാണെങ്കിലും നല്ല സ്ട്രോങ് ആണ് പുള്ളി, അത് മനസ്സിലായി. രണ്ടാമത് കണ്ണൂരാണ്. കണ്ണൂർ അത്ര വീരും വാശിത്രിയുള്ള ഒരു ഇതാണ്. തീർച്ചയായും തോൽപ്പിച്ചാലേ എന്നെ മോളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാണട്ടെ, കണ്ണൂരിന്റെ ചോട കാണട്ടെ. തിരുവനന്തപുരത്തിന് മലത്തി അടിച്ചാൽ മാതിര കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്റെ പാർട്ടിക്കാരൊക്കെ പറയാ ടീച്ചർ, ഈ ഇതുപോലൊരു ഐഡിയ ആ ഒരു സമയത്ത് വെച്ചപ്പോൾ ബന്ധുക്കളിലേക്ക് ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ലാസ്റ്റ് മൂമെൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ബന്ധുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം എല്ലാം ഫുള്ളി സപ്പോർട്ടായിരുന്നു. എല്ലാവരും ചെയർ പിടിച്ചിടാനും ടേബിൾ പിടിച്ചിടാനും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാവരും നിന്നത്. ആർക്കും അങ്ങനെ ഒരു എതിർപ്പ്. അല്ലെങ്കിലും ഇപ്പോഴത്തെ പൊതുവേ ന്യൂ ജനറേഷൻ പിള്ളേരായാലും പുതിയ മീൻസ് പഴയ തലമുറയാണെങ്കിൽ പോലും അവരും പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനൊരു കുറച്ച് പഴയ തലമുറക്കാരി ആണെങ്കിൽ പോലും ഞാനിപ്പം കൂടുതലും പഴയ ആ ഒരു ചിന്താഗതിയോടാണെങ്കിൽ ഒരിക്കലും അത് നടന്നു വരില്ല. ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പാണെങ്കിൽ ടീച്ചറിന് സമ്മതിക്കില്ല. അല്ല, ചിലപ്പോൾ സമ്മതിക്കില്ലായിരുന്നായിരിക്കും. മാത്രമല്ല കുട്ടികളുടെ കൂടെ തന്നെ ഞങ്ങളും പുതിയ ജനറേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മോളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അവൾ കുഞ്ഞായിരിക്കുമ്പം ചിന്തിക്കുന്ന രീതിയിലല്ല അമ്മ ഇപ്പം ചിന്തിക്കുന്നത്. മീൻസ് വലുതായപ്പോൾ അവളോടൊപ്പം തന്നെ ഞാനും പുതിയ രീതിയിലോട്ട് മാറിയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. മാത്രമല്ല ഞാൻ കൂടുതലും ഈ ഒരു 18-ഉം 20-ഉം വയസ്സിനിടയ്ക്കുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടെയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ കുറേ സ്വഭാവവും രീതിയും കാര്യങ്ങളൊക്കെ എനിക്കും
ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും അവരെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കളൊന്നും എതിർത്തതായിട്ട് ഇല്ല. എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് വന്ന പയ്യൻ്റെ ആൾക്കാരായാലും ശരി, നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരായാലും ശരി, എല്ലാവരും കൈയടിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അത് ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ വേറെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ഒരു വിവാഹത്തിന്റെ ഒരു ഓർമ്മകളോട് എന്തെങ്കിലും എടുക്കാൻ പറ്റും? എൻ്റെ വിവാഹത്തിന് അന്ന് ഞാൻ എൻ്റെ ടെൻഷനിലായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അങ്ങനെയാണ് ഇത്ര ദൂരത്ത് ഞങ്ങളുടെ പാറശാല വെച്ചാണ് കല്യാണം നടക്കുന്നത്, ജയമഹേഷിൽ. അപ്പം ഈ ടീച്ചറിനെ സംബന്ധിച്ചോളം വലിയ ഹാപ്പി ആയിരുന്നു. പഴയ ഫോട്ടോസൊക്കെ മറിക്കുമ്പോൾ എനിക്കറിയാം. അപ്പോൾ എൻ്റെ അന്നത്തെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വർമ്മ ട്രാവൽസിൻ്റെ നിന്ന് 3 ബസ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പൈസ കൊടുക്കണം, മറ്റുള്ള കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും അപ്പോഴില്ല. അപ്പം ഞാൻ സർവീസിലാണ്, CRPF വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ കല്യാണം മുഴുവനും ഏകദേശം എൻ്റെ തന്നെ. ഞാൻ പൈസ ഇട്ട് ഞാൻ എൻ്റെ ബന്ധുക്കളെ എല്ലാം കൊണ്ടുപോകും, അവരെല്ലാവർക്കും പ്രോപ്പറായിട്ട് ആഹാരം കൊടുക്കണം. ഈ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മൂഡല്ല നമുക്ക്. ഇത് ഇന്നൊക്കെ എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് അതല്ല ഞങ്ങളുടെ എൻ്റെ മകൾക്കും ഇതൊക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല. സേവ് ദ ഡേറ്റ് ഞങ്ങൾക്ക് എടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള നോർത്ത് ഇന്ത്യൻ ചില ഇതുണ്ടല്ലോ, മെഹന്തിയായി, പിന്നെ മൈലാഞ്ചിയായി, അതെല്ലാം ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. പിന്നെ ആഭരണങ്ങളും അവൾക്ക് വേണ്ട, വളരെ കുറച്ച് ആഭരണമാണ്. അതെ. അപ്പം മോളും പറയുമായിരുന്നു, അച്ഛാ ഒരുപാട് ഉരുപ്പടി ഇട്ടാൽ, സ്വർണ്ണം ഇട്ടാൽ ആ സ്വർണ്ണത്തിലല്ലേ ആൾക്കാരെ കണ്ണു പോകുള്ളൂ, എന്നെ നോക്കട്ടെ, അപ്പോൾ അത് ഞാനല്ലേ. അതിന് എന്നെ സംബന്ധിച്ചോളം, ഞങ്ങൾക്ക് സംബന്ധിച്ചോളം ഒരു ഭയങ്കര പോസിറ്റീവ്, ഒരു റിലാക്സ് ആണ്. ചില കുട്ടികൾ അത് പറഞ്ഞു, എന്നെ കാലിൽ വേണം, കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് കൂട്ടിക്കൊണ്ട് പോകും. അച്ഛനും അമ്മയും എവിടെന്നെങ്കിലും കടം വാങ്ങിച്ച് സ്വർണ്ണം കൂട്ടും. ഇത് മകൾ അങ്ങനെയല്ല. അവൾക്ക് കുറച്ച് മതി, ഉള്ളത് കുറച്ച് മതി. അങ്ങനെ വളരെ ലിമിറ്റ് ഗോൾഡായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്വർണത്തിനുള്ള അത് നല്ലതല്ല. കൂടുതൽ നമ്മൾ കടക്കാരനായിട്ട്, അവർ വിവാഹം കഴിച്ച് പോയി സന്തോഷവും, പക്ഷേ അച്ഛനും അമ്മയും തീരാത്ത കടത്തിൽ പോകും, അത് ബുദ്ധിമുട്ടാണ്. അപ്പം ആഭരണത്തിലുള്ള കൂടുതൽ ഇച്ഛ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ഇനി വേറെ അച്ഛനമ്മമാരൊക്കെ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ നീ ഇതുപോലുള്ള പുതിയ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരട്ടെ. പണ്ട് വരണം. പ്രത്യേകിച്ച് നമ്മള് ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി എത്ര സന്തോഷമാണെങ്കിലും വീട്ടിൽ നിന്ന് പോകുന്നെങ്കിലും ഒരു കരച്ചിലും പിഴിച്ചിലുമായിട്ടാണ് പോകുന്നത്. ആ ഒരു അവോയ്ഡ് ചെയ്തത് ലാസ്റ്റിൽ ആ ഒരു തീർച്ചയായിട്ടും അത് വലിയ ഇതാണ്. നമ്മളെ സംബന്ധിച്ചോളം അത് വലിയൊരു മൂഡ് ചേഞ്ചായി. കല്യാണം ആ ഒരു ഹാപ്പി ഒരു എൻഡായി. അത് അവളെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ എന്തായാലും മകളെയും മരുമകനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുക. മകളെ പേര് ഗോപിക MS. അയാൾ ഓസ്ട്രേലിയയിൽ ചെന്ന് പഠിച്ചിട്ട് അവിടെ ചെയ്തിട്ട് MRC ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മരുമകൻ ധനരാജ്, അയാൾ ബ്രിസ്ബെയിനിൽ തന്നെ വേറെ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും എൻജിനീയേഴ്സാണ്, മെക്കാനിക്കൽ എൻജിനീയേഴ്സാണ്. അവർ സുഖമായിട്ടിരിക്കുന്നു. ബ്രിസ്ബെയിനിലാണ് താമസം. എന്തായാലും വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഇവിടെ തന്നെ സാറിനെ കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ്, നമ്മൾ യാദൃച്ഛികമായിട്ടാണ് ഒരിക്കൽ പരിചയപ്പെട്ടത്. അപ്പോൾ എന്തായാലും വിവാഹത്തിന് സംഘടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി മക്കൾക്ക് ജീവിക്കാൻ കഴിയട്ടെ. അതുപോലെ സാറിനും എപ്പോഴും സന്തോഷം നിറഞ്ഞു. തീർച്ചയായിട്ടും ഈ സന്തോഷം എൻ്റെ മകളുടെ കല്യാണത്തിന് വരാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. എങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തിൽ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു വന്ന ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ നിങ്ങൾക്ക് തോന്നിയതിലും നമ്മളെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ തോന്നിയതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്.